വൈകല്യങ്ങളിൽ ജീവിതം തളർന്നു പോകുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവരിലേറെയും. എന്നാൽ അന്ധതയെ തോൽപ്പിച്ച് ജീവിതത്തിൽ വിജയം നേടി മുന്നേറുകയാണ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബു. പോരായ്മകളിൽ തളരാതെ സ്വന്തം ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന സാബുവിന്റെ ജീവിതം ഒരു മാതൃകയാണ്. കൂലിപ്പണിക്കാരനായിരുന്ന സാബുവിന് 23-ാമത്തെ വയസ്സിൽ കിണറുപണിക്കിടയിൽ പാറ പൊട്ടിത്തെറിച്ചാണ് രണ്ട് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. കുറച്ചുനാൾ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിച്ചു. മുറിക്കുള്ളിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങാതെ ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് മനസ്സിലാക്കിയ സാബു വടിയും കുത്തി തനിയെയുള്ള യാത്ര സ്വയം പരിശീലിച്ചു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അന്ധത വീട്ടുകാർക്ക് പ്രശ്നമായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ വത്സല സാബുവിനെ വിവാഹം ചെയ്യാൻ തയ്യാറായി. വിവാഹശേഷം ജീവിക്കാൻ വരുമാന മാർഗങ്ങൾ ഇല്ലാതിരുന്നപ്പോഴാണ് വാർക്കത്തകിട് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രദേശത്ത് മറ്റാർക്കും ഈ ബിസിനസ് ഇല്ലെന്ന് മനസ്സിലായതോടെ ധൈര്യമായി. വത്സലയുടെ സ്വർണം വിറ്റ് 60,000 രൂപയ്ക്ക് തുടങ്ങിയ തകിട് ബിസിനസ് ഇപ്പോൾ വളർന്ന ജില്ലയ്ക്ക് വെളിയിലേക്കും വ്യാപിച്ചു. വൈകല്യം നമുക്കൊരു തടസ്സമല്ല. എന്നെക്കാളൊക്കെ എന്തോരം വൈകല്യമുള്ള ആൾക്കാർ, അത്യാവശ്യം നടന്ന് തന്നെ പോകാവുന്ന ആൾക്കാർ, ഞാൻ ഇങ്ങനത്തെ ജോലികളൊന്നും ഞാൻ ചെയ്യണമെന്ന് പറയുന്നില്ല. നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ മുമ്പിൽ ഒത്തിരി തൊഴിലവസരങ്ങൾ കിടപ്പുണ്ട്. നമ്മളാരും പറഞ്ഞു, നമ്മളാ പണ്ട് മുതലേ എന്ത് വൈകല്യമാണോ അതിനെ വീട്ടുകാർ പറഞ്ഞ് ആ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകും. അല്ലെങ്കിൽ ലോട്ടറി വിൽക്കാനായിട്ട് വഴി കൂടെ നടക്കും. അത് പകുതി ആൾക്കാരും കബളിക്കപ്പെട്ടു പോകും. അല്ലെങ്കിൽ ട്രെയിനിൽ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രെയിനിൽ പാട്ട് പാടി ഉപയോഗിക്കുന്ന ആൾക്കാർ. അന്ധതയൊന്നും ഇതിനൊന്നും, ഈ തൊഴിൽ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സമേ അല്ല. 3 പണിക്കാർ കൂടെയുണ്ടെങ്കിലും എല്ലാ പണികൾക്കും അന്ധതയെ മറികടന്ന് സാബുവും സജീവമാണ്. സാബുവിന്റെ വെളിച്ചവും വലം കൈയുമെല്ലാം അന്നും ഇന്നും ഭാര്യ വത്സലയാണ്. മക്കളായ നോഹയും റബേക്കയും എപ്പോഴും കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് അമീഗോ ഹോം കെയർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് കൂടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ എല്ലാം സ്റ്റാർട്ടായി വന്നിട്ടേ ഉള്ളൂ, കടകളിലേക്കൊക്കെ ആയിട്ടേ ഉള്ളൂ. അതിന്റെയൊക്കെ വർക്ക് അതും സൗച്യം തന്നെയാണ്. അതെല്ലാം ഉണ്ടാക്കും പേർക്കും എല്ലാം ചെയ്യുന്നത് സൗച്യം തന്നെ അതൊക്കെ ചെയ്യുന്നത്. പരിമിതികളിൽ ജീവിതം അടിയറവ് വയ്ക്കാതെ മനക്കരുത്തിൽ ജീവിച്ചു കാണിക്കുന്ന സാബുവും കുടുംബവും എല്ലാവർക്കും മാതൃകയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.